പാറു, നിന്നെ ഞാൻ എവിടേക്ക് നോക്കി? എന്താ പ്രേംചേട്ടാ? എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പ്രേംചേട്ടൻ എന്താ പറയാനുള്ളതെന്ന് പ്രേംചേട്ടൻ പറയാതെ തന്നെ എനിക്കറിയാം. കഴിഞ്ഞതെല്ലാം മറക്കണം. നാട് മുഴുവൻ ചതിയന്മാരും തെമ്മാടികളോ. ഗന്ധർവൻ എന്ന് പറഞ്ഞ് ഇനി ആര് വന്നാലും വിശ്വസിക്കാൻ പാടില്ല. ചതിയായിരിക്കും. ഇതൊക്കെയല്ലേ പ്രേംചേട്ടൻ എന്നോട് പറയാനുള്ളത്? ഇന്നലെ മുതല് ഞാൻ കേൾക്കുന്നത് ഇതൊക്കെ തന്നെയാ. കൈലാഷ് സാറ്, മീര, ജെന്നിഫർ, ആയിഷ, ഭൂമിക മാഡം, ദേ ഇപ്പൊ രേവതി. ഞാൻ വീണ്ടും അപകടത്തിൽ ചാടാതിരിക്കാൻ വേണ്ടിയാ എല്ലാരും എന്നെ ഉപദേശിക്കുന്നെന്ന് എനിക്കറിയാം. പക്ഷെ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോ ശരിയാ, ഞാനൊരു പൊട്ടിപ്പെണ്ണ് തന്നെയാ. ലോകം കണ്ടിട്ടില്ലാത്ത വേറൊരു പൊട്ടിപ്പെണ്ണ്. പാറുവിന് കുറച്ച് ഉപദേശം കൊടുത്തു കളയാം എന്ന് കരുതിയിട്ടൊന്നുമല്ല ഞാൻ പാറുവിനെ അന്വേഷിച്ചു വന്നത്. നിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. കാരണം നീ സ്നേഹിച്ചത് ഗന്ധർവനെയാ. ഗന്ധർവന് നിന്നോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞതിന് ശേഷം നീ ഗന്ധർവനെ സ്നേഹിച്ചു തുടങ്ങിയത്. അത് മനസ്സിലാക്കി ആ നന്ദൻ കള്ളക്കളി കളിച്ചു. അതെങ്ങനെ നിന്റെ തെറ്റാവും? എന്നോട് ഇങ്ങനെ പറയുന്ന ഒരേ ഒരാള് പ്രേംചേട്ടനാ. എല്ലാവർക്കും എന്നെ ഉപദേശിക്കാനായിരുന്നു താല്പര്യം. പക്ഷെ എന്നെ ശരിക്കും മനസ്സിലാക്കിയത് പ്രേംചേട്ടൻ മാത്രം. പാറു ഈ പറഞ്ഞത് വളരെ സത്യം. നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഗന്ധർവനോട് നിനക്കുള്ള സ്നേഹം എനിക്കറിയാം. എല്ലാവരുടെയും മുന്നിൽ ഗന്ധർവൻ ഇപ്പൊ ചതിയനും തെമ്മാടിയൊക്കെയാ. പക്ഷെ പാറു, ഗന്ധർവനെന്നും പറഞ്ഞ് നിന്നെ ചതിക്കാൻ നോക്കിയ അവനാ തെമ്മാടി. നിന്നെ സ്നേഹിക്കുന്ന, നീ സ്നേഹിക്കുന്ന ഗന്ധർവൻ നല്ലവനാ. നിന്നോടുള്ള അവന്റെ സ്നേഹത്തിൽ ഒരു തരി പോലും കളങ്കമില്ല. നിന്നെ കുറ്റപ്പെടുത്താനും ഉപദേശിക്കാനും വരുന്നവര് ഒരു കാര്യം മറന്നുപോകുന്നു. ചതിക്കപ്പെടുന്നത് ഒരു തെറ്റല്ല, അതൊരു പാപമല്ല. ചതിക്കപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം നീ അനുഭവിച്ച വേദന എനിക്കത് മനസ്സിലാവും. ഇപ്പോഴും നിന്റെ കണ്ണിൽ ആ സങ്കടം കാണാം. എന്തിനാ കരയുന്നേ? നന്ദന്റെ ശരിയായ മുഖം തിരിച്ചറിഞ്ഞപ്പോ നീ അവന്റെ കർണ താഞ്ഞൊന്ന് പൊട്ടിച്ചില്ലേ? ആ നിമിഷം നീ ജയിച്ചു. ജയിച്ചവര് കരയാൻ പാടില്ല. കരയേണ്ടത് അവനാ, നന്ദൻ. പോലീസിന്റെ കയ്യിൽ നിന്ന് തല്ലും ചവിട്ടും ഒക്കെ വാങ്ങിക്കൂട്ടി അവനിപ്പോ കരയായിരിക്കും, നിലവിളിക്കായിരിക്കും. അതുകൊണ്ട് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം കുറിച്ചു വെക്കുന്ന ദൈവം അവനുള്ള ശിക്ഷ നൽകാതിരിക്കോ? വൈകാതെ തന്നെ അവൻ അനുഭവിക്കും. പാറു നോക്കിക്കും. അതുകൊണ്ട് കണ്ണു തുടയ്ക്ക്. ഈ തണുത്ത മൺചുരങ്ങളിതുവഴി മെല്ലെ വന്നൊരുന്ന തന്ന കരൾമിഴിയേ. കണ്ണു തുടയ്ക്ക്. അയ്യോ, പാറുവിനെ ഉപദേശിക്കുന്നതിനിടയില് ഞാൻ പറയാമെന്ന കാര്യം മറന്നുപോയി. പാറു ഉടനെ ഹോസ്റ്റലിലേക്ക് ചെല്ലണം. ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാനോ? എന്തിന്? ഞാനിപ്പോ അവിടുന്ന് വന്നതല്ലേ ഉള്ളൂ. അതൊന്നും എനിക്കറിയില്ല. പാറുവിനോട് എത്രയും വേഗം ഹോസ്റ്റലിൽ എത്താൻ പറയണമെന്ന് ഭൂമിക മാഡം എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനത് നിന്നോട് പറഞ്ഞു. എന്തിനാ ഏതിനാന്നൊന്നും എനിക്കറിയില്ല. എന്നോട് എത്രയും വേഗം ഹോസ്റ്റലിൽ ചെല്ലാൻ മാഡം പറഞ്ഞോ? പറഞ്ഞു. വളരെ ഗൗരവത്തിലാ മാഡം പറഞ്ഞത്. അതുകൊണ്ട് എന്താ കാര്യമെന്ന് ചോദിക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. മാഡത്തിന് എന്നോടിപ്പോ വലിയ ദേഷ്യം. എന്നെ ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയായിരിക്കും. ഞാനിപ്പോ എന്താ ചെയ്യാ? ഹോസ്റ്റലിൽ നിന്ന് നിന്നെ പറഞ്ഞു വിടുവൊന്നുമില്ല. പറഞ്ഞു വിടുന്ന ഉറപ്പാ. അതുകൊണ്ടല്ലേ മാഡം എന്റെ ഫോണിൽ വിളിക്കാതെ പ്രേംചേട്ടന്റെ ഫോണിൽ വിളിച്ചത്. പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞ സ്ഥിതിക്ക് പോവാതിരിക്കുന്നത് ശരിയല്ല പാറു. എന്നാ പ്രേംചേട്ടനും വരുമോ എന്റെ കൂടെ? ഒറ്റയ്ക്ക് മാഡത്തിന്റെ മുന്നിൽ പോവാൻ എനിക്ക് പേടിയാ. ഈ പാറുവിന്റെ ഒരു കാര്യം. ശരി, ഞാനും വരാം. വാ.